ഇനി CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ മറ്റൊരു ഭീഷണി കൂടിയുള്ളത് BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നു എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ പോലെ UDF-നും LDF-നും മാത്രം ഇടയിൽ നിൽക്കുന്നതല്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. ഇവിടെ BJP എന്നൊരു പാർട്ടി കൂടി വന്നിരിക്കുന്നു. അതൊരു ദേശീയ പാർട്ടിയാണ്. BJP വലിയ തോതിൽ കേരളത്തിൽ അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നു. അതുകൊണ്ട് തന്നെ CPM-ന് മുൻകാലങ്ങളിലേതുപോലെ ഇനി എല്ലാം മറച്ചു വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ എല്ലാം പാർട്ടിക്കുള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഈ നേതാക്കളുടെ തുറന്ന പറച്ചിലുകളെ കാണേണ്ടത്. അപ്പോൾ പരോക്ഷമായിട്ടാണെങ്കിൽ പോലും പറ്റിയ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ നേതാക്കൾ തയ്യാറാകുന്നു എന്നിടത്താണ് കാര്യങ്ങൾ. സാധാരണ ഇങ്ങനെയായിരുന്നില്ല. ചോദ്യങ്ങൾക്ക് ഇതുപോലെ മറുപടി വരണമെന്നില്ല. പക്ഷേ പരോക്ഷമായിട്ടാണെങ്കിൽ പോലും ശക്തമായ വിമർശനമാണ് ഇന്ന് MA ബേബി പറഞ്ഞിട്ടുള്ളത്. പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. MA ബേബി പറഞ്ഞിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന്, അധികാരമോഹം എന്നുള്ളതിനെക്കുറിച്ച് MA ബേബി വളരെ വിശദമായി പറയുന്നുണ്ട്. രണ്ടാമത്തേത്, ഈ പറഞ്ഞതുപോലെ തന്നെ തളിപ്പറമ്പിലടക്കമുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിൽ പാർട്ടിക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. പാർട്ടി കുടുംബങ്ങളിൽ പലരും പാർട്ടി അംഗങ്ങളായിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്ക് ഒരു കുടുംബത്തിൽ തന്നെ 1-2 ആളുകൾ പാർട്ടി അംഗങ്ങളായിട്ടുണ്ട്. അവരൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പുതിയ സാഹചര്യത്തിലൊരു വിമർശനം ഉയർന്നാൽ എന്തുകൊണ്ട് ആ വിമർശനം ഉയർന്നു എന്ന കാര്യം പരിശോധിച്ചുകൊണ്ട് വേണ്ട തിരുത്തലുകൾ എടുക്കാൻ പാർട്ടി അന്ന് തന്നെ തീരുമാനമെടുക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അത് തളിപ്പറമ്പിലെ അടക്കം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ, പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലൊക്കെ തന്നെ പാർട്ടി നേരത്തെ തന്നെ തിരുത്തൽ വരുത്തേണ്ടതായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചില്ല എന്നൊരു വിമർശനമാണ് ഇവിടെ. ലിയോൺ ടോസ്കി ഈ ഒക്ടോബർ വിപ്ലവ കാലത്തെയൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് MA ബേബി പറയുന്നത്. അന്ന് ലിയോൺ ടോസ്കി ഈ ഒരു ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം അവിടെ ഭരണ നേതൃത്വത്തിലേക്ക് ഇടതുപക്ഷം വരുമ്പോൾ അന്ന് ലെനിൻ ഈ ഒരു ഭരണ നേതൃത്വം ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ടോസ്കി ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെയൊരു സന്ദേശം എന്തുകൊണ്ടാണ് പുതിയ കാലത്തുണ്ടാകാത്തത്, പാർട്ടിയിൽ ഉണ്ടാകാത്തത് എന്ന് MA ബേബി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഗാന്ധിജി നെഹ്റുവിനെയാണ് അധികാരം ഏൽപ്പിച്ചത് എന്ന് MA ബേബി ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ നെഹ്റു രാജ്യം ഭരിക്കണം, നെഹ്റു ഭരണ നേതൃത്വത്തിലേക്ക് വരണമെന്ന് ഗാന്ധിജി തീരുമാനിക്കുകയാണ്. അതേസമയം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധി ഒരിക്കലും ഭരണ നേതൃത്വത്തിലേക്ക് വരാൻ ശ്രമിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർട്ടിയിലെ ഒരു അധികാരമോഹത്തെയാണ് MA ബേബി വിമർശിക്കുന്നത്.